അപ്പോൾ ഹായ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഗ്യാസ്ട്രോയുടെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിലിത് നോക്ക്, ഇതിലൊരു എക്സാമിനർ പറയുകയാണേ, ഈ ന്യൂ ബോണിന് എന്താ പ്രൊജക്റ്റൈൽ നോൺ ബിലിയസ്, ആ വാക്ക് ശ്രദ്ധിക്കണേ, പ്രൊജക്റ്റൈൽ നോൺ ബിലിയസ്. അതും ഒരു പക്ഷെ പെട്ടെന്നല്ല, ജനിച്ചൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് യൂഷ്വലി വന്നിരിക്കണേ. അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ നോൺ ബിലിയസ് വോമിറ്റിംഗ് ഉണ്ട്. എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഒലീവ് ഷേപ്ഡ് മാസ് ഉണ്ട് എപ്പിഗാസ്ട്രിയത്തിൽ. പിന്നെ മറ്റേ ലാബ് ടെസ്റ്റൊക്കെ വിട്ട സമയത്ത് നോക്കുമ്പോൾ ആ കൊച്ചിന് ഹൈപ്പോകലീമിക്, ഹൈപ്പോക്ലോറിമിക്, മെറ്റബോളിക് അസിഡോസിസ് വിത്ത് പാരഡോക്സിക്കൽ അസിഡ്യൂറിയ എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടാൽ ഈ ഹൈപ്പോകലീമിക്, ഹൈപ്പോക്ലോറിമിക്, മെറ്റബോളിക് ആൽക്ലോസിസ് എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവും. എന്താ ഉത്തരം? പൈലോറിക് സ്റ്റീനോസിസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ പൈലോറസിൻ്റെ മസിൽ ഭയങ്കരമായിട്ട് ഹൈപ്പർട്രോഫി ചെയ്തിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് USGയിലെ ഫൈൻഡിങ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്താ? USG തന്നെയാണ്. പക്ഷേ ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. യൂഷ്വലി എന്താ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഈ പൈലോറസിൻ്റെ കനാലിൻ്റെ ലെങ്ത്ത് യൂഷ്വലി 16 mm മുകളിലും തിക്നെസ് 4 mm മുകളിലും വരണമെന്നുള്ള ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ സർജറിയുടെ പേരെന്താ? ആദ്യം അല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞ പേഷ്യൻ്റ് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊരു ചോദ്യം വരും. അപ്പോൾ യൂഷ്വലി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആൾക്കാർ പോയിട്ട് ചിലപ്പോൾ സർജറിയുടെ പേര് എഴുതും. പക്ഷേ അതല്ല നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം ഈ പറഞ്ഞ മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് കറക്റ്റ് ചെയ്യണം. മറ്റേ IV ഫ്ലൂയിഡ്സും ഈ ½ NS പ്ലസ് പൊട്ടാസ്യം പ്ലസ് 5% ഡെക്സ്ട്രോസ് കൊടുത്ത് ആ മെറ്റബോളിക് അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് സർജറിയിലോട്ട് വേണ്ടത്. ആ സർജറിക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ, അതെന്താ? റാംസ്റ്റഡ് പൈലോറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറിയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിൽ പറയുകയാണേ, ഇതൊരു വയസ്സായ പേഷ്യൻ്റാണ്. പക്ഷേ ഇപ്പോൾ ആ പേഷ്യൻ്റ് പെട്ടെന്ന് സഡനായിട്ടൊരു അബ്ഡോമൻ പെയിൻ. പക്ഷേ നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഫൈൻഡിങ്സ് ഒന്നുമില്ല. പക്ഷേ പേഷ്യൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് ആർട്ടറിയൽ ഫിബ്രിലേഷൻ ഉണ്ട്. അപ്പോൾ അതെന്താ എക്സാമിന് ഉദ്ദേശിക്കണേ? അത് അക്യൂട്ട് മിസെൻട്രിക് ഇഷ്യമീയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ ആണ്. കാരണം ആ ഫിബ്രിലേഷൻ കാരണം ഒരു എംബോളസ് നേരെ വന്ന് മറ്റേ മിസെൻട്രിക് ആർട്ടറീസിനെ ബ്ലോക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള സംഭവമാണ് കേട്ടോ അക്യൂട്ട് മിസെൻട്രിക് ഇഷ്യമീയ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത കേസിൽ നോക്കുകയാണ്. അടുത്ത കേസിൽ ഒരു ട്രയാഡാണ് തന്നിക്കണേ. എന്താ? ഒരു പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി വിത്ത് ഡയബറ്റിക് മെലിറ്റസ് വിത്ത് ഇമേജ് ചെയ്ത സമയത്ത് പാങ്ക്രിയാറ്റിക് കാൽസിഫിക്കേഷൻ. ഇതൊക്കെ കേട്ടാൽ എന്താ ഉദ്ദേശിക്കണേ? അത് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിനെയാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കണേ. ഈ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിൽ എന്താ പറ്റണേ? ആദ്യം എക്സോകൈൻ ഡെഫിഷ്യൻസി വരും. എക്സോകൈൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പാങ്ക്രിയാറ്റിക് എൻസൈംസ് എന്ന് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വരും? മാലബ്സോർപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ അതായിട്ട് എൻഡോക്രൈൻ അബ്നോർമാലിറ്റീസ് വരും. എന്ന് വെച്ചാൽ അപ്പോൾ ഇൻസുലിൻ മര്യാദയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്താ പേഷ്യൻറ്റ്? ഡയബറ്റിക്സ് മെലിറ്റസ് വരും. പിന്നെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഈ ഇമേജിങ്ങിൽ ഈ പറഞ്ഞ പാങ്ക്രിയാറ്റിക് കാൽസിഫിക്കേഷനൊക്കെ കാണും. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്താ? ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് MRCP വിത്ത് സെക്രീറ്റിൻ സ്റ്റിമുലേഷൻ ആണ് കേട്ടോ. ERCP അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. അപ്പോൾ അതൊക്കെയാണ് എന്ത് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിൽ പേഷ്യൻറ്റും അതും ഒരു ട്രയാഡ തന്നിക്കണേ. റൈറ്റ് അബ്ഡമൻ കോട്ടൺ പെയിൻ ഉണ്ട്. പിന്നെ ഈ ബിലിയറി ട്രീയിൽ ഗ്യാസ് ഉണ്ട്, അതിന് ന്യൂമോബിലിയ എന്ന് പറയും. വിത്ത് എവിഡൻസ് ഓഫ് സ്മോൾ ബൗൾ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഈ ട്രയാഡിൻ്റെ പേരൊന്നും ആദ്യം ആലോചിച്ച് നോക്കിയാൽ അത് റെഗുലസ് ട്രയാഡാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഏതിലാണ്? ഗോൾഡ് സ്റ്റോൺ ഇലിയസിലാണ് ഈ സംഭവം കാണുന്നത്. ഇതേ നോക്കിയേ, ഈ പടം നോക്കിയേ. ഇവിടെ ഈ പറഞ്ഞ ബിലിയറി ട്രീയുടെ അവിടെ എയർ കണ്ടോ? അതിനെ ന്യൂമോബിലിയ എന്ന് പറയും. പിന്നെ ഇതേ സ്മോൾ ബവൽ ഒബ്സ്ട്രക്ഷൻ്റെ സൈൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റെഗുലസ് ട്രയാഡിൽ ഉണ്ടാവുന്നത്. ഇത് ഗോൾഡ് സ്റ്റോൺ ഇലിയസിലാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞു. ഇനി അടുത്ത കേസിൽ ഒരു അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ഫീമെയിൽ, ഭയങ്കര സഡനായിട്ട് സിവിയർ എപ്പിഗാസ്ട്രിക് പെയിൻ ദാറ്റ് ടു റേഡിയേറ്റിംഗ് ടു ദ ബാക്ക്. അപ്പോൾ റിലീവ്ഡ് ബൈ ബെൻഡിങ് ഫോർവേഡ്സ്. പിന്നെ വിത്ത് എലിവേറ്റഡ് സെറം അമൈലേസ് ആൻഡ് ലൈപ്പേസ്. ഇത് ഇത്രയും കണ്ടുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവും ഏതാണ്? അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്താ? ചിലപ്പോൾ ആൽക്കഹോൾ എന്ന് മനസ്സിൽ വരും. യൂഷ്വലി ഗോൾഡ് സ്റ്റോൺ ആണ് മോസ്റ്റ് കോമൺ കോസായിട്ട് വരുന്നത് കേട്ടോ. സെക്കൻഡ് മോസ്റ്റ് കോമൺ ആൽക്കഹോൾ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്താ? CCT ആണ്. പക്ഷേ ആ CCT യൂഷ്വലി 72 hours ശേഷമാണ് യൂഷ്വലി എടുക്കാറ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് ഇതിൻ്റെ സംബന്ധിച്ച് കുറച്ച് ഗ്രേഡിങ്സിൻ്റെ പേരൊക്കെ ഉണ്ട്, അതൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ബാൽത്തസാർ ഗ്രേഡിങ്, ഗ്ലാസ്കോസ് ഗ്രേഡിങ്, ഗ്ലാസ്കോസ് ക്രൈറ്റീരിയ,
പിന്നെ റാൻസൺസ് ക്രൈറ്റീരിയ, ബൈസാപ്പ് ക്രൈറ്റീരിയ, ഇതൊക്കെ ഈ സിവിയറിറ്റി, ഈ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എത്രത്തോളം സിവിയർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസും സ്കോർസും ഒക്കെയാണ് കേട്ടോ. അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത കേസിൽ ഇതേ പറയാണ്, ഒരു കൊച്ച് പ്രസൻസ് വിത്ത് ഫ്രഷ് ബ്ലീഡിങ് PR, ദാറ്റ് ടു പെയിൻലെസ് ആൻഡ് അത് പിള്ളേരിൽ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലോവർ GI ബ്ലീഡാണ്. യൂഷ്വലി ടെക്നീഷ്യൻ 99 സ്കാൻ വെച്ചിട്ടാണ് അത് പിക്കപ്പ് ചെയ്യുക. ഈ ടെക്നീഷ്യൻ 99 സ്കാൻ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഒക്കൾട്ട് ബ്ലീഡ് ഉണ്ടെങ്കിൽ അത് പോയി കണ്ടെത്തുന്ന ടൈപ്പ് സ്കാനാണ് ഈ ടെക്നീഷ്യൻ 99 ഇത്. അപ്പോൾ അതെന്തിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഈ മെക്കൽസ് ഡൈവർട്ടിക്കലത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മെക്കൽസ് ഡൈവർട്ടിക്കുലത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രാക്ഷൻ ഡൈവർട്ടിക്കലുമാണ്, ട്രൂ ഡൈവർട്ടിക്കലുമാണ്. എന്ന് വെച്ചാൽ ട്രാക്ഷനും പൾഷൻ്റെയും ഡൈവർട്ടിക്കുലത്തിൻ്റെ വ്യത്യാസം പറഞ്ഞു. പൾഷൻ ഡൈവർട്ടിക്കുലം ഏതിലെ കാണുന്നത്? സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം ഒരു പൾഷൻ ഡൈവർട്ടിക്കലുമാണ്. മെക്കൽസ് ഒരു ട്രാക്ഷൻ ഡൈവർട്ടിക്കലാണ്. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഹിഡ സ്കാനിൻ്റെ ഇത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒക്കൾട്ട് ബ്ലീഡിങ് കാണാൻ വേണ്ടിയിട്ടുള്ള സ്കാനാണ് എന്ത്? ടെക്നീഷ്യൻ 99. അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സിനേറിയയിൽ ഇതായി നോക്കിയേ, ഇൻഫൻറ്റ് പ്രസൻസ് വിത്ത് ബിലിയസ് വോമിറ്റിംഗ്. അത് ജനിച്ച ഉടനെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തൊക്കെ വ്യത്യാസം? പൈലോറിക് സ്റ്റീനോസിസിൽ എന്താ ഞാൻ പറഞ്ഞത്? കൊച്ച് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യാറ്. അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാറ്? വിത്ത് പ്രൊജക്റ്റൈൽ നോൺ ബിലിയസ് വോമിറ്റിംഗ്. ഡിയോഡിനൽ അട്രീഷ്യത്തിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക? ജനിച്ച ഉടനെയാണ് പ്രസൻറ്റ് ചെയ്യുക വിത്ത് ബിലിയസ് വോമിറ്റിംഗ്. എക്സ്റേയിലുള്ള സൈൻ എന്താ? ഡബിൾ ബബിൾ സൈൻ. യൂഷ്വലി ആ ലൂമൻ കാനലൈസ് ചെയ്യാണ്ടുള്ള ഡിഫക്റ്റ് കാരണമാണ്. ഞാൻ വേറെ കുറച്ച് കാര്യം കൂടി ചോദിച്ചു നോക്കട്ടെ. ഡബിൾ ബബിൾ സൈൻ കാണുന്ന വേറെ ഒരു സ്ഥലം ഏതാ? യൂഷ്വലി ആനുലർ പാങ്ക്രിയയിലും ഈ പറഞ്ഞ ഡബിൾ ബബിൾ സൈൻ കാണാറുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, അങ്ങനെയാണ് ട്രിപ്പിൾ ബബിൾ സൈൻ എവിടെയാണ് കാണുന്നത്? അത് ഈ ജെജുനൽ അട്രീഷ്യയിൽ ട്രിപ്പിൾ ബബിൾ സൈനാണ്. 3 ട്രിപ്പിൾ ബബിൾ സൈനാണ് യൂഷ്വലി കാണാറ് കേട്ടോ. ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. ഈ ഡ്യൂഡിനൽ അട്രീഷ്യക്ക് ചെയ്യണ സർജറി എന്ത് ചെയ്താൽ അത് ഡ്യൂഡിനോസ്റ്റമിയാണ് യൂഷ്വലി ചെയ്യാറ്. 2 അട്രിറ്റിക് ആയിട്ടുള്ള ഡ്യൂഡിനത്തിൻ്റെ 2 പാർട്ടും കൂടി ജോയിൻ ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ ജിജനോസ്റ്റമിയും കൂടി അല്ലെങ്കിൽ അതാണ് ചെയ്യാറ്. അപ്പോൾ അത്ര കാര്യമൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞെടുത്താൽ ഡ്യൂഡിനൽ അട്രീഷ്യ യൂഷ്വലി ഡൗൺ സിൻഡ്രോ ആയിട്ട് D4D എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു 30% കണ്ടീഷനിലൊക്കെ ഡൗൺ സിൻഡ്രോ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് കാണാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൻ്റെ ഒക്കെ തന്നെ ഒരിതാണ്. എന്ന് വെച്ചാൽ ഈ സെൻഡിലൻ ലൂപ്പ്, കോളൻ കട്ട് ഓഫ് സൈനൊക്കെ ഈ പറഞ്ഞ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ എക്സ്റേ ഫീച്ചേഴ്സാണ്. ഇത് ഇവിടെ നോക്കി പെട്ടെന്ന് അബ്രപ്റ്റ് നാരോയിങ് സെസേഷൻ ഓഫ് കോളോണിക് ഗ്യാസ് ഇൻ സ്പ്ലെനിക് ഫ്രാക്ചർ കേട്ടോ. അപ്പോൾ അത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ഇതാണ്. ഈ അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു മെയിൽ, ഇതൊക്കെ അത്രയും പറയണ്ടല്ലോ. ഒരു മെയിൽ മിഡിൽ ഏജ്ഡ് പേഷ്യൻറ്റ്, നല്ല ആൽക്കോളിസത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അത് വിത്ത് ലോഞ്ചിറ്റ്യൂണൽ ടിയറിങ് മ്യൂക്കോസ ഇൻ ഗ്യാസ്ട്രോയിസോഫേജ് ജംഗ്ഷൻ, മാലറി വീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തതും എൻ്റെ ഒരു വീഡിയോയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്രോണിക് ഡയേറിയ വിത്ത് ഫേഷ്യൽ ഫ്ലഷിങ്, വീസിങ്, ട്രൈക്കസ്പിഡ് റിഗസിറ്റേഷൻ, യൂറിനിൽ 5-ഹൈഡ്രോക്സി ഇൻഡോളസ്റ്റിക് ആസിഡ് കൂടുതൽ. ഇതേതാ? കാർസിനോയിഡ് സെൻറ്ററിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അടുത്തത് യൂഷ്വലി കോമൺ ആയിട്ട് ഒരു ഇൻഫൻറ്റ് അൺകൺസോൾബിൾ കറയായിട്ട് വരാറുള്ള ഒരു കണ്ടീഷനാണ്. ഇൻഫൻറ്റ് വിത്ത് കോളിക് അബ്ഡോമിനൽ പെയിന് വിത്ത് കറന്റ് ജെല്ലി സ്റ്റൂൾസ്. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ സോസേജ് ഷേപ്പ് മാസ് ഇൻ റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ്, USG നോക്കുമ്പോൾ ടാർഗറ്റ് സൈൻ. ഇതൊക്കെ കേട്ടാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഇത് ഇൻഡിസെപ്ഷനെ കുറിച്ചിട്ടാണ് എക്സാമിനർ പറയുന്നത്. ഇൻഡിസെപ്ഷൻ്റെ യൂഷ്വലി സർജറി എങ്ങനെയാണ് ചെയ്യാറ്? പേഷ്യൻറ്റിനെ നമ്മൾ നോക്കിയിട്ട് NPO വയ്ക്കും. എന്നിട്ട് നമുക്ക് USG വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് മെത്തേഡോ അല്ലെങ്കിൽ വേണമെങ്കിൽ എയർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് വെച്ചിട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നതാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്താ? യൂഷ്വലി USG ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. അത് ഇവിടെ നോക്കിയേ, USGയിൽ ഈ പറഞ്ഞ ഡോണറ്റ് സൈനും ഒക്കെ കാണും കേട്ടോ. USGയിൽ ഈ റിക്രൻറ്റ് ജെല്ലി സ്റ്റൂൾ എന്ന് പറഞ്ഞ ഈ സാധനമാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇൻഡിസെപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ലാസ്റ്റ് സിനേറിയോ എന്താണ്? ഒരു പ്രഗ്നൻറ്റ് ഫീമെയിൽ പെട്ടെന്ന് ലിവർ ഫെയിലിയേഴ്സിൻ്റെ സൈൻ കാണിക്കുകയാണ്. അതും 3rd ട്രൈമസ്റ്ററിൽ, ഒപ്പം പ്രൊഫോണ്ട് ഹൈപ്പോഗ്ലൈസിയമ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്?
അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസിയും ഇൻട്രാ ഹെപ്പറ്റിക് കോളിസ്റ്റാസിസും പിന്നെ ഹെൽപ്പ് സിൻഡ്രോം ഒക്കെ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ പ്രഗ്നൻസിയിൽ വരുന്ന ലിവർ ഡിസീസാണ്. ഈ പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസിനൊക്കെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പോൾ തന്നെ വീഡിയോയുടെ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മെയിൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? പൈലോറിക് സ്റ്റീനോസിസ് പറഞ്ഞു, അതിൽ പ്രൊജക്ടൈൽ നോൺ ബിലിയസ് വോമിറ്റിംഗ് ആണ്. ഡിയോഡ്നൈട്രിറ്റിസിൽ ബിലിയസ് വോമിറ്റിംഗ് ആണ്. പിന്നെ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസും അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ വ്യത്യാസം പറഞ്ഞു. അതിലൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൽ ഉണ്ടാകുന്ന സൈൻസ് നോക്കി. ഹെമറേജിക് പാങ്ക്രിയാറ്റൈറ്റിസ്, ഈ ഹെമറേജിക് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് തന്നെ ഇതാണ് കളൻ സൈൻ എന്ന് വെച്ചാൽ ഡിസ്കളറേഷൻ അറൗണ്ട് അംബ്ലിക്കസ്. ഇനി ഡിസ്കളറേഷൻ അറൗണ്ട് ഫ്ലാങ്സിന് ഗ്രേ ടർണസ് സൈൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്, അക്യൂട്ട് ഹെമറേജിക് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ മെക്കൾസ് പറഞ്ഞു, ഡിയോനൈട്രീഷ്യ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇതിൻ്റെ അടുത്ത പാട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.